ഹായ്, ജീജാസ് അപ്പാരൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ച് കാണുമല്ലേ? അപ്പം നമുക്ക് നൈറ്റ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. വിഷുവിന് മുമ്പ് ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ വിഷു കഴിഞ്ഞു. ഇനി നമ്മൾ യൂണിറ്റിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഓണത്തിൻ്റെ. ഓണം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ നമുക്ക് 120 ദിവസം മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ ഓണത്തിന്. കാര്യം ഇപ്പം ചിങ്ങമാസത്തിനെക്കാട്ടിയും കർക്കിടകത്തിലാണ് സെയിലുകൾ നടക്കുന്നത്. ആടി ഓഫർ, പിന്നെന്താണ് കർക്കിടക കിഴിവ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഷോപ്പുകളിൽ സെയിൽ നടക്കുന്നത് ഓണത്തിന് മുന്നെയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഓണത്തിനൊരു സെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 2-3 അല്ല, ഒരു 4-5 വർഷമായിട്ട് നമുക്ക് പിന്നെന്താണ് ഓണത്തിന് മുമ്പേ, അതായത് കർക്കിടകത്തിലാണ് കർക്കിടക കിഴിവ്, ആടി സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പുകളിലെല്ലാം ഓഫർ ഇട്ട് വിൽക്കുന്നതും കോംബോ ഓഫറുകൾ പോണതും എല്ലാം നമുക്ക് ഒരു 3 മാസം ഉള്ളൂ മാക്സിമം. അതായത് ഒരു 120 ദിവസം മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽസ് എല്ലാം മേടിച്ചു കൊണ്ടുപോയി നന്നായിട്ട് ഫ്രോക്ക് നൈറ്റി, ഒരുപാട് മോഡൽസ് ഫ്രോക്ക് നൈറ്റി, അതുപോലെ ടോപ്പ്, കോട്ട് സെറ്റ്, 2 പീസ്, ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി വിഷു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല കണക്കിന് അങ്ങോട്ട് നല്ല രീതിയിൽ യൂണിറ്റുകൾ വർക്കിംഗ് ആവേണ്ട സമയമാണ്. അപ്പോൾ ഞാനിത് എടുത്ത മെറ്റീരിയൽസ് തന്നെ ആദ്യം കാണിക്കുക. ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് കണ്ടോ, ഇത് ക്രോപ്പ് ടോപ്പ് അടിക്കാനൊക്കെ നല്ലതാണ് ജീൻസിൻ്റെ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമൺ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വരുന്നതും നമ്മുടെ വാട്സപ്പ് നമ്പറിലുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് ഡൗട്ട്സ് നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്, ഒക്കുന്നത്. ബാക്കി നമുക്ക് വരുന്ന വീഡിയോസിലായിട്ട് പറയാം. അപ്പം നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലാണ്. അതായത് NH-ൽ നിന്ന് നമുക്ക് 40 മീറ്റർ, 1 അല്ലെങ്കിൽ 1.5 മിനിറ്റിനകത്ത് നമ്മുടെ ഷോപ്പിലോട്ട് എത്താനായിട്ട് പറ്റും. ലേഡീസിനും ജെൻസിനും ഒക്കെ അനായാസം വന്ന് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ബസ് സർവീസ് ഇഷ്ടംപോലെ ഉള്ളൊരു പ്ലേസാണ്. നമുക്ക് 2 ഐറ്റമാണ് ഉള്ളത്. പഴയ കസ്റ്റമേഴ്സിന് അറിയാം, എന്നാലും പുതിയ കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് 2 സെക്ഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽ മുതൽ പാക്കിംഗ് കവർ വരുന്ന ഒരു സെക്ഷൻ. 2 എന്ന് പറയുന്നത് റെഡിമെയ്ഡ് നൈറ്റി. സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോയി നൈറ്റി, ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഫ്രോക്ക് നൈറ്റീസ്, ഷർട്ട് വരെ അടിക്കാൻ പറ്റുന്ന പ്രിന്റുകൾ നമ്മുടെ അടുത്തുണ്ട്. ഇതെല്ലാം അടിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെയിൽ ചെയ്യാം. അതല്ല, സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് റെഡിമെയ്ഡ് നൈറ്റി കൊണ്ടുപോയി നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലേബൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 300 പീസിൻ്റെ ഓർഡർ തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലേബലിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് തരുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബൽ മാത്രം മതിയെങ്കിൽ ആ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമറിന് ആവശ്യമുള്ളതിൻ്റെ മാക്സിമം നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരോ പ്രിന്റുകൾ കാണാം. ഒരുപാട് പ്രിന്റുകൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അത് പ്രീമിയത്തിൽ വന്നിട്ടുള്ളതാണ്. പ്രീമിയം, മീഡിയം, സ്റ്റാർട്ടിങ്, ഇങ്ങനെ 3 ക്വാളിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിൽ നിന്ന് മിനിമം 15 പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ തന്നെ 5 കളർ വരും. ഇതിൽ എന്ത് ചെയ്താലും നല്ലതാണ്. ഫ്രോക്ക് നൈറ്റി ഇതുണ്ടോ, ഇതിന്റെ ഒരു കളറാണ്. ഇനി അടുത്തത് വരുന്നത് ഇത് പ്രീമിയം ആണ്. ഈ പ്രീമിയം പ്രോസിനാണ് വരുന്നത്. പ്രീമിയം പ്രോസിനിൽ നിന്ന് കളർ പോകത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ വരുന്നതിൽ നിന്ന് ഫസ്റ്റ് 2 വാഷിൽ മൈൽഡായിട്ട് കളർ പോകാൻ ചാൻസ് ഉണ്ട്. അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് വരുന്നതിൻ്റെതാണ്. പ്രോസിനാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇത് മെഷീനിൽ വാഷ് ചെയ്ത് വരുന്നതായതുകൊണ്ട് തന്നെ പ്രോസിൻ പ്രിന്റുകൾക്ക് കളർ പോകുന്ന പ്രശ്നം വരത്തില്ല. തുണി ചുരുങ്ങത്തുമില്ല. കേട്ടോ, നല്ലൊരു മസ്റ്റേർഡ് എല്ലയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 5 കളർ നിങ്ങൾ എടുക്കണം. അതാണ് ഒരു സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഡിസൈൻ്റെ 5 എണ്ണം വരും. ചിലപ്പോൾ 6 എണ്ണം വരും. മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ 6 എണ്ണം വരും. ഇത് പ്രോസിൻ്റെ സിംഗിൾ ആണ്, അതുകൊണ്ട് ഇതിനകത്ത് 5 എണ്ണം വരും. ഈ 5 എണ്ണവും നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. അല്ലെങ്കിൽ
ഇത് എനിക്ക് സ്യൂട്ട് ആവത്തില്ല, ഇതെനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ഈ 5 എണ്ണം നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കണം. അങ്ങനെ മിനിമം 15 പീസ് എടുത്തുകൊണ്ട് ജീജാസിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഇതിനകത്താണെങ്കിൽ ഈ സെറ്റിൽ 6 എണ്ണം വരും. ഈ 6 എണ്ണവും നിങ്ങൾ എടുക്കണം കേട്ടോ. ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റായിട്ട് എടുക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ നമുക്കുള്ളൂ. മിനിമം വെറും 15 പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. മെറ്റീരിയൽ മാത്രമല്ല, നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന A to Z കാര്യങ്ങൾ, ലേസ്, ക്യാൻവാസ്, ഇലാസ്റ്റിക്, ത്രെഡ് കട്ടർ, അത്യാവശ്യം മെഷീൻ്റെ പാർട്സ്, എംബ്രോയ്ഡറി നെക്കുകൾ തുടങ്ങി A to Z കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. പിന്നെ ഇപ്പോൾ വന്ന ഈ ടോപ്പിനെ പറ്റി കുറേ ഡിസൈനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇക്കറ്റിൻ്റെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് ഫ്രോക്കും ടോപ്പും ചെയ്യാൻ ബെസ്റ്റാണ്. ഷർട്ടൊക്കെ അടിക്കാൻ കേട്ടോ, നല്ല കട്ടിയുണ്ട്. 300 GSM അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ GSM എന്ന് പറയുന്നത്. GSM ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ട് കണ്ടോ. ഷർട്ട് അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ. നമുക്ക് ടോപ്പിന് പറ്റിയ ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് വിഷുവിന് മുമ്പ് വരുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ വിഷുവിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഓണത്തിന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും ടോപ്പിനും ഫ്രോക്ക് നൈറ്റിക്കും പറ്റിയതാണ്. നല്ല GSM ഉള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റും GSM ആണ്, നല്ല കോട്ടനുമാണ്. ഇത് ഷർട്ട് വരെ അടിക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ 10 ഷെയ്ഡും 10 കളറാണ് ഒരു ഡിസൈനിൽ വരുന്നത്. ഇത് 10 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണം എടുത്താൽ മതി. ഇതേണ്ട, അത് എടുക്കുമ്പോൾ തന്നെ ആ തുണിയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാവില്ല. എനിക്ക് ഷർട്ട്, കോളർലെസ് ഷർട്ട്, പിന്നെ ജീൻസിൻ്റെ ടോപ്പ്, ഇതുണ്ട്. നല്ല നല്ല കളേഴ്സാണ്. നല്ല 10 കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത്. നൈറ്റി മെറ്റീരിയൽസിനെല്ലാം റേറ്റ് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റീരിയൽസ് അല്ല, എല്ലാ ആക്സസറീസിനും എല്ലാ പ്രോഡക്റ്റുകൾക്കും റേറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇത് മസ്റ്റേർഡ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഞാനത് കൂടെ ഒന്ന് നിവർത്തി കാണിക്കാം. ഇത് നമുക്ക് വിഷുവിന് മുമ്പ് കിട്ടാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. നല്ല ഭംഗി മാത്രമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് അതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഇതിൽ റെഡ് പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കണ്ടോ. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൊരു റെഡ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റെഡിൻ്റെ ത്രെഡ് പൈപ്പിങ്ങോ, റെഡിൻ്റെ എംബ്രോയ്ഡറി നെക്കുകളോ, റെഡിൻ്റെ GPO ലൈസോ ഒക്കെ വെച്ച് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ അടിച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് 10 കളേഴ്സിൽ വരുന്നുണ്ട്. ഇതൊരു വയലറ്റ് ആണ്. എല്ലാത്തിലും അതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഡിസൈൻ പോലെ ഒരു ഇത് പോകുന്നുണ്ട്. അതായത് ഇക്കറ്റിൻ്റെ ആ ഒരു ഡിസൈനാണിത്. ഇതിനകത്തുണ്ട് ആഷിനകത്ത് ഓറഞ്ചാണ് ഇതിനകത്ത് വരുന്നത്. പുറത്തൊക്കെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഓൺലൈനായിട്ട് മെറ്റീരിയൽ മുതൽ നിങ്ങൾക്ക് തയ്ക്കേണ്ട എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും. പാഴ്സൽ വന്ന ഉടനെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോയാൽ ചെയ്യണം. ഒരു സാധനം മേടിക്കാനും നിങ്ങൾക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ശരിക്കും. ഇതിൻ്റെ ഒരുപാട് ഡിസൈനുകളുണ്ട്. അത് കൂടാതെ നമുക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ളതും എപ്പോഴും സ്റ്റോക്ക് ഉള്ളതുമായിട്ടുള്ളതാണ് സ്റ്റോൺ വാഷ്. ഇതുണ്ട്. ഇത് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ഇതിനകത്ത് ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു നൈറ്റി കാണിച്ചു തരാം. ഇതുണ്ടോ,
സ്റ്റോൺ വാഷിൽ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള 3/4 സ്ലീവ് നൈറ്റിയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഞങ്ങൾ ഫ്രോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ത് വേണമെങ്കിലും ചെയ്യണ്ട. ഇത് സ്ലീവ്ലെസ് നല്ലതായിട്ട് പോകുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് സ്ലീവ്ലെസ് നൈറ്റീസ്. ഇത് ശരിക്കും നൈറ്റി അല്ല, ഇത് ടീനേജ് ഉള്ളവർ ഇത് പുറത്ത് യൂസ് ചെയ്യണം. അവർക്ക് കോളേജിലും പുറത്തോട്ട് വൈകിട്ടൊക്കെ പോകാനായിട്ടും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വീട്ടിൽ ഇത് ആരും ഉപയോഗിക്കുന്നത് ഇതെല്ലാം ടോപ്പായിട്ടൊരു പുറത്ത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം സ്ലീവ്ലെസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കോളർ വന്നിട്ടുള്ള ഒരു മോഡലും കൂടെ ഉണ്ട്. അതാണ് ഏലയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ ഇതെല്ലാം അതായത് ടീനേജ് ആൾക്കാരാണ് ഇടുന്നത് ഇത്. പിന്നെ നൈറ്റി യൂസ് ചെയ്യാത്തവർ, നൈറ്റി ഇടാൻ മടിയുള്ളവർക്കൊക്കെ പറ്റിയതാണ് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റീസ്. ഫ്രോക്ക് നൈറ്റീസിൻ്റെ ഒരുപാട് മോഡൽ നമുക്ക് ഈ മെറ്റീരിയൽസിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിയുടെ ഒരു സെക്ഷനുണ്ട്, നമുക്കത് വരുന്ന വീഡിയോയിൽ കാണാം. പിന്നെ വരുന്നത് എപ്പോഴും നമ്മൾ കാണുന്നതാണ് ബാട്ടിക്ക്. ബാട്ടിക്കിന് ഒരുപാട് പ്രിന്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് പറ്റിയതാണ് ബാട്ടിക്ക്, ഗുജിരി കോട്ടൺ, ഇതെല്ലാം ഇതിൻ്റെ ഓരോരോ ഡിസൈനുകളാണ്. ഇതൊക്കെയാണ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റായിട്ടാണ് നമ്മളിവിടെ എടുത്ത് വച്ചേക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് 6 കളറ് വരും. ഈ 6 കളറും എടുക്കണം. ഇത് ക്രോപ്പ് ടോപ്പ്, ഇപ്പം ജീൻസിൻ്റെ കൂടെ ഒരു ക്രോപ്പ് ടോപ്പ് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് 2 ക്രോപ്പ് ടോപ്പ് ചെയ്യാനായിട്ട് പറ്റും അഡൾട്ടിന്. അതിന് ഒത്തിരി വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് പിന്നെന്താണ് തീർന്നു പോയൊരു ഐറ്റം, കുറച്ച് കിട്ടാൻ താമസിച്ച ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഗോലാപട്ടിക്ക് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇത് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം ഈ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതിനു ശേഷം നമുക്ക് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത് ബാട്ടിക്ക്. ഇതും നമുക്ക് വിഷുവിന് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വിഷുവിന് നമ്മൾ ബുക്ക് ചെയ്ത സാധനങ്ങൾ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഇതിപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒത്തിരി ഡിസൈനുകളുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ഇത് നമ്മുടെ എന്താണ് മെഴുക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതൊന്നും ഡാമേജ് അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇത് ഈ മെഴുകാണ്. ഈ മെഴുക് നമ്മൾ കൈവച്ച് ചിരണ്ടപ്പോൾ ഇതിങ്ങ് ആ മെഴുക് പോലെ ഇങ്ങനെ ഇളകി വരും. ഇത് ഡാമേജ് അല്ല. ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ടൈ ഡൈ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ എന്താണ് അതിൽ മണൽ കാണാൻ ചാൻസ് ഉണ്ട്. ഈ മണലെന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് വൃത്തിയില്ലാത്ത സ്ഥലത്ത് ഇടുന്നത് കൊണ്ടല്ല വരുന്നത്. ഇത് ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ അറിയാമല്ലോ, ടൈ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടി കളർ മുക്കി എടുക്കുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ തറയിൽ വിരിച്ചാണ് ഇത് ഉണക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനകത്ത് പറ്റുന്നതാണ്. ചിലപ്പോൾ അതിനകത്തൊരു കെട്ട് കാണും. ആ കെട്ട് ചിലപ്പോൾ എല്ലാം അഴിക്കാനായിട്ട് അവർ വിട്ടുപോകുന്നതുകൊണ്ടാണ് ആ കെട്ട് വരുന്നത്. അതൊന്നും ഡാമേജ് അല്ല. ചില പുതിയ കസ്റ്റമേഴ്സിന് അത് അറിയത്തില്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഇപ്പം ഞാനിത് ഉള്ള ഒരെണ്ണം കാണിച്ചൊക്കെയാണ്. കണ്ടോ, ഇത് വാഷിങ്ങിൽ അവർ നല്ലപോലെ വാഷ് ചെയ്തതിൽ അതിൽ പോവാത്തത് കൊണ്ടാണ് ചില മെറ്റീരിയൽസിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതങ്ങ് പോയി. ഇത് നമ്മളത് ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങ് പോണതാണ്. അല്ലാതെ ഇത് ഒരു കസ്റ്റമർ പറഞ്ഞ് ചോറ് ഉണങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചോറല്ല, ഇത് മെഴുകാണ്. അതാ എക്സ്ട്രാ മെഴുക് ഇങ്ങനെ അത് പ്രൊഡക്ഷനിൽ വരുന്നതാണ്. പക്ഷെ നമുക്കിത് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് പോവും. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ ചൂട് സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എപ്പോഴും പിന്നെ ഈ ഒരു മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ ഒത്തിരി സ്റ്റോക്ക് നമ്മൾ ഒത്തിരി കിട്ടിയിട്ടില്ല. കിട്ടിയത് ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീഡിയം ക്വാളിറ്റി വന്നിട്ടുണ്ട്. ലേസിനകത്ത് ഇപ്പോൾ ഒരു സീക്വൻസും കൂടെ വരുന്നതുകൊണ്ട് അത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അതിന് കിട്ടിയിട്ടില്ല. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് സീക്വൻസ് ലേസുകൾ വരുന്നുണ്ട്. പിന്നെ എംബ്രോയ്ഡറി നെക്ക് നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. എംബ്രോയ്ഡറി നെക്ക് ഇതൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് വരും കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന ഡിസൈൻ ചിലപ്പോൾ തീർന്നു പോകുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ സംഭവം ഈ എംബ്രോയ്ഡറി നെക്ക് എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ അടുത്ത് കാണും. ഈ ഡിസൈനുകളായിരിക്കും മാറി മാറി പോണത്. ഇതൊക്കെ ഷീറ്റായിട്ട് എടുക്കുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്.
നെക്ക് മാത്രമാണെങ്കിലും കൊടുക്കും. നെക്ക് മാത്രം എടുക്കുമ്പോൾ ഈ ഫുൾ ഷീറ്റ് എടുക്കണം. അല്ലോ ഈ നെക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണിത് തയ്ക്കാനായിട്ട്. തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു റിച്ച് ലുക്ക് വരുന്ന ഐറ്റംസാണ് ഈ എംബ്രോയ്ഡറി പാച്ച് വർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു ഷീറ്റിൽ തന്നെ 6 ഡിസൈൻ വരുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിൽ 5 ഡിസൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ 6 ഡിസൈൻ വെച്ച് വരുന്നുണ്ട്. ഒത്തിരി പോണതാണ് ഇവരുടെ കാര്യം. ഒരു ഷീറ്റിൽ തന്നെ 6 ഡിസൈൻ ആകുമ്പോൾ സ്റ്റാർട്ടിങ് ആർക്കൊക്കെ ഒരുപാട് ഡിസൈൻ നെക്കുകൾ ഒരുമിച്ച് കിട്ടും അവർക്ക്. പിന്നെ നമുക്ക് ആക്സസറീസ് എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നിപ്പോൾ അത് ഒന്ന് അറേഞ്ച് ചെയ്ത് പറക്കി വെച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറഞ്ഞു പോവാം. എല്ലാത്തിനും നമുക്കൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും. അപ്പം എൻ്റെ സ്റ്റാഫ് എൻ്റെ അടുത്തത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഞാനതിൻ്റെ ആൻസർ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്തായാലും മാഡം പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേ ഇനിയിപ്പം നമ്മുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം എത്രയാണെന്ന് പറയാം. അതാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഓപ്പൺ ആണ് നമ്മുടെ ഷോപ്പ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ, അതായത് മൺഡേ ടു സാറ്റർഡേ 8:30 മുതൽ 7 മണി വരെ നമുക്ക് വർക്കിംഗ് ടൈമാണ്. സൺഡേ മാത്രം 8:30 മുതൽ 5 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. നമുക്ക് വർഷത്തിൽ ആകെ 3 ലീവ് മാത്രമേ ഉള്ളൂ. തിരുവോണം, അവിട്ടം, ചതയം. ഈ 3 ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം അവൈലബിൾ അല്ലേ? നമുക്ക് ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. പിന്നെ ഓൺലൈനിൽ വരുന്ന സമയത്ത് നമുക്ക് പിന്നെന്താണ് DTDC പോസ്റ്റ് ഓഫീസ് ആണ് നമ്മൾ നല്ല രീതിയിൽ ചെറിയ പാഴ്സലുകൾ വിടുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയും DTDC വഴിയാണ്. അതായത് ബൾക്ക് വരുന്നത് നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ ചെയ്യുന്നത് APS VRL വഴിയാണ്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ചെയ്യുന്നത് ഷിപ്പിലൂടെയും ഫ്ലൈറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 99. സ്റ്റാർട്ടിംഗ് റേറ്റ് നമ്മൾ മാറ്റിയിട്ടില്ല. എല്ലാ മെറ്റീരിയൽസിനും ഇപ്പോൾ റേറ്റ് മാറിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. ബാക്കിയുള്ളതിൽ നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 99 രൂപ മുതൽ 288 രൂപ വരെയുള്ള മെറ്റീരിയൽസ് ഇപ്പം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ളൊരു ഇത്, നമ്മൾ എന്താണ് ഈ ചാനലിൽ റേറ്റ് പറയാത്തതെന്നാണ്. അപ്പോൾ റേറ്റ് പറയാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഒരുപാട് റേറ്റിൽ സാധനങ്ങളുണ്ട്. നമ്മൾ 3 ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട്. ലോക്കലി ചെയ്യുന്നുണ്ട്, മീഡിയം ചെയ്യുന്നുണ്ട്, പ്രീമിയം ചെയ്യുന്നുണ്ട്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അജിരിക്ക് ചെയ്യുന്നുണ്ട്, ബാട്ടിക്ക് ചെയ്യുന്നുണ്ട്, ഷിബോരി ചെയ്യുന്നുണ്ട്. അതിന് ഒട്ടനവധി കോട്ടണിൽ വരുന്ന ഈ എല്ലാവിധ നൈറ്റി മെറ്റീരിയൽസിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൻ്റെ റേറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. രണ്ടെന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ റേറ്റ് ചോദിക്കുന്നവർ ആരും സെയിൽ ചെയ്യുന്നവരാവാൻ ചാൻസ് ഇല്ല. കാര്യം ഇപ്പം 100 രൂപയുടെ ഒരു സാധനം 101 രൂപ മുതൽ എത്ര രൂപ വരണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കസ്റ്റമറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചും സെല്ലറിൻ്റെ കഴിവനുസരിച്ചിട്ടുമാണ് പ്രോഫിറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഒരു 15 മിനിറ്റിനകത്ത് ഞങ്ങളുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് റിപ്ലൈ തരും. ആ റിപ്ലൈക്കകത്ത് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ, അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി, റേറ്റ് എല്ലാം വ്യക്തമായിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുത്ത് വിടുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പിൽ തന്നെ വോയിസ് ഇട്ടാൽ നമ്മൾ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടോ മാഡം? റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡാമേജ് വരുന്ന പീസ് നമുക്ക് റിട്ടേൺ ഇടാം. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഇരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് വിടുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മൾ ഏത് രീതിയിൽ സെയിൽ ചെയ്താലും, അതായത് ഓൺലൈനിൽ ചെയ്താലും, നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്നത് നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടി 2 ദിവസത്തിനകത്ത്, അതായത് ഒരു 30 പീസിനകത്ത് മേടിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ 2 ദിവസത്തിനകത്ത് വീഡിയോ കോൾ വഴി നിങ്ങളുടെ ആ ഒരു ഡാമേജ് നമ്മളെ കാണിച്ചു തന്നാൽ അത് നെക്സ്റ്റ് പർച്ചേസിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. ആ ഡാമേജ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് മെയിനായിട്ട് ഈ കൊങ്കി കൊണ്ടൊക്കെ വലിച്ചിട്ട് ഇവരെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കീറൽ വരാൻ ചാൻസ് ഉണ്ട്. 2 ഇഴ എടുക്കാതെ വരും. ഇഴയെന്ന് വെച്ചാൽ അതെല്ലാം ഈ പ്രോസസ്സിങ്ങിൽ വരുന്നതാണ്. പിന്നെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഇൻകറക്റ്റ് ആയിട്ടുള്ളതൊക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കളയും. അത് അവരുടെ ഒരു ചെറിയ ബാഡ് ഹാബിറ്റാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള ഡാമേജുകളെല്ലാം നമ്മൾ റിട്ടേൺ ഇടാൻ പറയും. നെക്സ്റ്റ് പർച്ചേസിൽ നമ്മൾ അതിന് പകരമുള്ള സാധനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഈ കളർ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ റിട്ടേണിൽ ഇല്ല. കാര്യം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളിൽ നിന്ന് ഫസ്റ്റ് 2-3 വാഷിൽ നമുക്ക് മൈൽഡായിട്ട് നമുക്ക് കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ തുണി നരക്കത്തൊന്നുമില്ല. ഫസ്റ്റ് 2 വാഷിൽ മൈൽഡായിട്ട് പോകും. അതുകൊണ്ട് കളർ ഗ്യാരണ്ടി, കളർ പോകുന്നതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഇല്ല. നമുക്ക് റിട്ടേൺ മെയിനായിട്ട് വരുന്നത് കീറുന്നത്, പിന്നെ അതായത് നൂല് അടുക്കാതെ വരിക, മിസ്പ്രിന്റ് വരിക, ഇങ്ങനെയുള്ളത്. ചിലപ്പോൾ ഇത് തുറക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ഇരിക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സെറ്റ് എടുത്ത് വെച്ചാൽ നമ്മൾ ഈ സെറ്റിനാണ് ഓർഡർ വരുന്നെങ്കിൽ ഈ സെറ്റ് നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കാണുന്നത്. അങ്ങനെ വരാൻ 90% ചാൻസ് ഇല്ല, പക്ഷെ 10% വരാൻ ചാൻസ് ഉണ്ട്. അത് ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ ഇൻ കേസ് ഇതിനകത്ത് ഈ നൂലടുക്കാതെ കുറേ ലൈനിങ് പോലെ വന്ന് കിടക്കും. പിന്നെ ചിലപ്പോൾ ഈ കൊങ്കിക്ക് വലിക്കുന്നതിൻ്റെ ഒരു കീറലേ വരും. പിന്നെ ഇതൊന്നും അല്ലാതെ എന്താണ് ഈ ഇതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കീറലൊക്കെ വരാനുണ്ട്. അവരിതെല്ലാം കൂടെ ഫോൾഡ് ചെയ്തെങ്കിൽ തരുക ചെയ്യുന്നത് നമുക്ക്. അപ്പം നമുക്കും ഇത് നോക്കാൻ പറ്റത്തില്ല. നമ്മൾ കട്ടിങ് എടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കാണും മെറ്റീരിയൽസ് മേടിച്ചുകൊണ്ട് പോകണവർക്ക് വളരെ കുറച്ച് 10% എന്നല്ല, ഒരു 5% താഴെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ പറയും നിങ്ങൾ റിട്ടേൺ ഇട്ടോളൂ, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാമെന്ന് പറയും. ഓക്കെ മാഡം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം നൈറ്റി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും കസ്റ്റമർ എടുത്തുകൊണ്ട് പോയിട്ട് അത് സെയിലായി പോയില്ല എങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ഇല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാനുള്ള ഒരു ചെറിയ ഒരു റിസ്ക് എടുക്കണം. അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. സെയിൽ ആയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, കുറേ നമ്മുടെ ഗോഡൌണിലുണ്ട്, ഇനി വരാനായിട്ട് കുറേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിൽ ആക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് മാൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമണിൻ്റെ ഒരു മെയിൻ ജോലി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ റിസ്ക് എടുക്കുന്ന അതിനെയാണ് ശരിക്കും നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നത്, രണ്ടെന്ന് പറയുന്നത് നമ്മളിത് അപ്പോഴേ GST ബില്ല് അടിച്ച് നമ്മൾ അപ്പോഴേ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിട്ടേൺ സെയിൽ ആവാത്തുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് സെയിൽ ചെയ്യാനായിട്ട്. ഓൺലൈൻ ഉണ്ട്, പിന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് വിൽക്കാം. പിന്നെ അതുപോലെ സ്ത്രീകൾ കൂട്ടമായിട്ട് കൂടുന്ന കുടുംബശ്രീ, തൊഴിലുറപ്പ്, പിന്നെന്താണ് ഇപ്പം ഓരോ ഫാമിലിയിൽ തന്നെ ഫാമിലി ഗ്രൂപ്പുകളുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുണ്ട്. പിന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് വഴിയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം വഴി വിൽക്കാൻ പറ്റും. അതുകൊണ്ട് സെയിൽ ചെയ്യാന്നുള്ളത് പണ്ടത്തെ അപേക്ഷിച്ച് അപ്പോൾ സെയിൽ ചെയ്യാന്നുള്ളത് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഭയങ്കര ഈസിയാണ്. കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് അറിയാം. അതിനകത്ത് ഓൺലൈൻ വഴി ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഓർഡർ വന്നാൽ അത് എങ്ങനെ മേടിക്കുമെന്ന് അറിയാം. ഇതെല്ലാം കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു റീറ്റെയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമ്മുടെ ചാനലിന് താഴെ നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പം അതിനെന്താണ് റിപ്ലൈ തരാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട് തരുന്നില്ല? അതാണ് അതിന്റെ ഒരു ആൻസറാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ചാനലിന്റെ താഴെയാണെങ്കിൽ നമ്മളിപ്പം ഞാൻ 2 ആഴ്ച കൂടുമ്പം ഈ നമ്മുടെ ജീജാസിന്റെ ചാനലിലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു മാസം ആവാറായി തോന്നുന്നു. അപ്പം നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റോക്ക് കാണിക്കാനും പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനും നമ്മളൊരു വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. പിന്നെ ചിലവർ ചോദിക്കും ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയക്കുറവ് കൊണ്ട് ഇതിൻ്റെ താഴത്തെ കമൻസ് ഒന്നും ചിലപ്പോൾ വായിക്കാനോ റിപ്ലൈ ഇടാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കമൻസിന് മറുപടി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൽ കുറേശ്ശെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഷോൾ നൈറ്റി വന്നിട്ടുണ്ട്. ഷോൾ നൈറ്റിയുടെ കുറച്ച് വെറൈറ്റിയും കൂടെ കാണിക്കാം. എപ്പോൾ വന്നാലും നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. സ്റ്റോക്ക് ഇല്ല, ഷോപ്പ് ഓപ്പൺ അല്ല എന്ന് ഈ 2 കാരണങ്ങൾ നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. കണ്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മൽമൽ കോട്ടണിൽ വരുന്ന ഷോളാണ്. ഷോളിൽ ബോർഡർ ഉണ്ട്. നമ്മുടെ നൈറ്റി മെറ്റീരിയലിൽ വിത്തൗട്ട് ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോൾ നൈറ്റിക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഷോളൊക്കെ ഇട്ടുകൊണ്ടാണ് പോണത്.
ഭംഗിയില്ലേ? നല്ല രസമുണ്ട്. ഇത് ടോപ്പായിട്ടും പോകുന്നുണ്ട് കേട്ടോ, ടോപ്പും ഷോളും ആയിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു പ്ലെയിൻ കളർ എടുത്തിട്ട് അവർ ബോട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു കളറൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കളർ പ്ലെയിൻ കളർ മെറ്റീരിയൽ എടുത്ത്, ഇപ്പം ഇത് 300 GSM നിഴലടിക്കത്തില്ല കണ്ടോ, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ചേരത്തില്ല. കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ചേരുന്ന ഒരു കളർ എടുത്തിട്ട് നമുക്ക് ബോട്ടം അടിക്കാൻ പറ്റും. ബോട്ടം അടിച്ച് ടോപ്പും ഷോളും ആയിട്ട് ഉപയോഗിക്കാം. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതിന്റെ ഓരോന്നില് നമുക്ക് 5 കളറാണ് വരുന്നത്. ഈ ഷോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തലേന്ന് ഇങ്ങനെ ഒഴുകി വരത്തില്ല കേട്ടോ. ഈ മൽമൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. ഇത് നമ്മുടെ തലയിൽ സ്കാർഫായിട്ടിട്ട് അത് അവിടെ അങ്ങനെ കിടക്കും. ഇപ്പം പെരുന്നാൾ സമയത്ത് ഒത്തിരി ഒരു ടോപ്പും ഷോളുമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മളിന്ന് പ്ലെയിൻ കളർ എടുത്തിട്ട് ഒരു ബോട്ടം അടിച്ചു. പിന്നെ കോട്ട് സെറ്റ് അടിക്കാനും കൊള്ളാം. നല്ല ഷോളുകളാണ്. അതിൽ ഷോള് വരുമ്പോഴത്തേക്ക് ബോർഡർ കാണും. എല്ലാം 5 കളറാണ് വരുന്നത്. ഷോളിനായിട്ട് എല്ലാം നമുക്ക് 5 കളറിലാണ് കിട്ടുന്നത്. ഇതെല്ലാം രാജവാടി പ്രിന്റുകളാണ് കേട്ടോ. പിന്നെ അതിനൊക്കെ 320 മെറ്റീരിയൽ ഉണ്ട്. 290 കൂടുതൽ നമ്മളിൽ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 100 പീസിന് മുകളിൽ എടുക്കുമ്പോൾ നമ്മൾ പാറ്റേൺ ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ മെയിനായിട്ട് നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 290 മെറ്റീരിയലിൽ നമ്മൾ 50 ചെസ്റ്റ് വരെ അടിക്കാൻ പറ്റും. അതുപോലെ 3/4 സ്ലീവ് 16 ഇഞ്ച് 3/4 സ്ലീവ് ഇട്ട് നമുക്ക് നൈറ്റി അടിക്കാൻ പറ്റും. അപ്പോൾ അതിനെല്ലാവരും 320 എടുക്കുന്നത്. 320 290 കൂടെ ആയിട്ട് ഇപ്പോൾ ഒരു 20 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ 20 രൂപയായിരിക്കും തുടക്കത്തിൽ നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് പോണത്. അപ്പം നമ്മൾ എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു 290 മെറ്റീരിയൽസിലാണ് 48 50 ഇഞ്ച് ചെസ്റ്റും മാക്സിമം ലെങ്ത് ഇറക്കവും 3/4 ആണെങ്കിൽ 16 ചിലപ്പോൾ 16 അരയൊക്കെ കിട്ടും. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നൈറ്റി മെറ്റീരിയൽ ഏത് ഷോപ്പിൽ നിന്ന് എടുത്താലും നമുക്ക് 34 ഇഞ്ച് വീതിയേ വരത്തുള്ളൂ കേട്ടോ. അത് ഓവർ ഹെവി സൈസ് വരുന്നവർക്ക് നമ്മൾ 42 ഇഞ്ചിന്റെ റണ്ണിങ് മെറ്റീരിയൽ എടുക്കണം. അതല്ലെങ്കിൽ 42 ഇഞ്ചിന്റെ ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയൽ ഉണ്ട്. 42 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽസ് എടുത്താൽ മാത്രമേ നമുക്ക് ഹെവി ആയിട്ടുള്ള നൈറ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഏതാണെങ്കിലും ഇപ്പം 320 ആണെങ്കിലും 270 ആണെങ്കിലും 290 ആണെങ്കിലും നമുക്ക് 34 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇതാണ് 42 ഇഞ്ച് വീതി മെറ്റീരിയൽ. ഇത് നൈറ്റി മെറ്റീരിയൽ തന്നെയാണ്. അപ്പം നിങ്ങൾ കസ്റ്റമറിന് പുതിയ കസ്റ്റമർ ആണെങ്കിൽ ഒന്നും അറിയത്തില്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് പറയുക, ചേച്ചി ഒന്നും അറിയത്തില്ല, ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരാത്തത്. ഇതെന്ന് പറഞ്ഞാൽ ജയ്പൂർ കോട്ടൺ ആണ്. ഇതിന്റെ ഈ ഒരു ബോർഡർ വെട്ടിയാണ് ശരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ജ്യോതി കോട്ടൺ നൈറ്റി എന്ന് പറഞ്ഞ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ജ്യോതി കോട്ടൺ നൈറ്റീസിന്റെ റേറ്റൊക്കെ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ മതി. നല്ല റേറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ജയ്പൂർ കോട്ടന്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏതാണെങ്കിലും 270 ആണെങ്കിലും നീളത്തിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. 270 ആണെങ്കിലും 290 ആണെങ്കിലും 320 ആണെങ്കിലും എല്ലാം വീതി എന്ന് പറഞ്ഞത് സെയിം ആയിരിക്കും. നീളത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫുൾ സ്ലീവിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 3/4 സ്ലീവിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ 100 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അവർക്ക് ആ പാറ്റേൺ എങ്ങനെ ഇടാം, അത് ഏത് പോർഷനിലാണ് വയ്ക്കുന്നത്, എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയൊരു നൈറ്റി കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ പിന്നെ അവർക്ക് പാറ്റേൺ വച്ച് തന്നെ കാണിച്ചു കൊടുക്കും. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് 240 GSM മുതൽ 300 GSM വരെയുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട്. 300 അല്ല, ശരിക്കും 600 GSM വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, പിന്നെ ഏതൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റീരിയൽസിന്റെ ഏതൊക്കെ പേരാണ്, ഇങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കിത് പിന്നെ എന്താണ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വരുന്ന വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതുപോലെ ഈ നൈറ്റിയുടെ വിഡ്ത്ത്, നൈറ്റിയുടെ ലെങ്ത്ത്, ഇതിലൊക്കെ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്, നമ്മുടെ അടുത്ത് ഏതൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്കുള്ളത്,
ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കൂടി ഉണ്ട് കോമൺ ആയിട്ട്. അത് ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്കൊരു വീഡിയോയിലൂടെ വരാം. ഇന്ന് തന്നെ ഒത്തിരി ലേറ്റായി രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മൾ ഷോപ്പ് അടയ്ക്കാറായി, അതുകൊണ്ടാണ് ഞാൻ ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളിന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പം ഒരുപാട് പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രിന്റുകളും ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച തന്നെ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ജീജാസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഈ വിഷു കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ 12ാമത്തെ വർഷം പൂർത്തിയായിരിക്കുകയാണ്. 2014 ഞാൻ ഈ ഒരു ക്ലോത്തിങ് ഫീൽഡിലോട്ട് വരുന്നത്. അത് ഭയങ്കര സന്തോഷവും അഭിമാനമുള്ള ഒരു പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒത്തിരി കഷ്ടപ്പാട് എൻ്റെ പിറക്കിലുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ ഇത്രയും നാൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുതിയ കളക്ഷൻസ് കൊണ്ടുവരാം, പുതിയ എനിക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.